ഹായ് മക്കളെ, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഈ വീക്കിലെ. പക്ഷേ ഇന്ന് ചൊവ്വാഴ്ചയായി പോയല്ലേ, നമ്മൾ സാധാരണ തിങ്കളാഴ്ചയായിരുന്നു ചെയ്യാറ്. പക്ഷേ ഇന്നലെ തിങ്കളാഴ്ച നമ്മൾ കുറച്ച് ഓണം എക്സാം അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതെല്ലാമാണ് ഓണം എക്സാമിന് നമുക്കുണ്ടായിരുന്ന സിലബസുകൾ കൃത്യമായിട്ട് മക്കളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് കാണുക. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളതാ ഈ വീക്ക്ലി സ്റ്റഡി പ്ലാനിലായാലും ഡെയിലി പ്ലാനിലായാലും എല്ലാം നമ്മൾ നോക്കേണ്ടത് ആ ഒരു കാര്യങ്ങളാണ്. ഐ മീൻ ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓണം എക്സാമിന് ഉണ്ടാവുക, അത് മനസ്സിലാക്കി വേണം നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ. സോ അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. റെഡി? അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീക്കിലെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഈ വീക്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നോക്കിക്കോ മകളെ, ശ്രദ്ധിച്ചോ. ബാക്ക്ലോഗ്സ്. ഓക്കെ, ഈ വീക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ക്ലോഗ്സിനെയാണ്. റെഡി? ബാക്ക്ലോഗ്സിനെയാണ്, അതല്ലെങ്കിൽ ഡൗട്ട്സിനെയാണ്. റെഡി? അപ്പോൾ നമ്മളിപ്പോൾ 2 ആഴ്ചയായിട്ട് നമ്മൾ അടുപ്പിച്ച് വീക്ക്ലി പ്ലാനുകൾ തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ വീക്ക്ലി പ്ലാനായിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഓരോ സബ്ജക്റ്റിലെയും ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു അല്ലേ. സെക്കൻഡ് വീക്ക് കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഓരോ ചാപ്റ്ററിലെയും സെക്കൻഡ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, ആ വീക്കിൽ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ ഈ വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ സബ്ജക്റ്റിലെയും ആദ്യത്തെ 2 ചാപ്റ്റർ, അതായത് അതിൻ്റെ മുമ്പിലത്തെ വീക്കിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ 2 ചാപ്റ്ററുകളിൽ മക്കൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഈ 2 ചാപ്റ്ററിലും സാറിന് അറിയാം എന്തെങ്കിലുമൊക്കെ ബാക്ക്ലോഗ് കാര്യങ്ങളുണ്ടാവും. ഐ മീൻ എന്താണ്, ഒരു വീക്ക് കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ. അവരൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നമ്മളതാ ഈ 2 ചാപ്റ്ററിലെയും ബാക്ക്ലോഗുകൾ ഉണ്ടെങ്കിൽ അത് തീർക്കുക, ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് തീർക്കുക. ഓക്കെ, പഠിച്ചിട്ട് മറന്നു പോകാൻ സാധ്യതകളുള്ള കുറേ പോർഷൻസ് ഉണ്ടാവും അല്ലേ. നന്നായിട്ട് ഡൗട്ടുള്ള അല്ലെങ്കിൽ എന്താണ് വേണ്ട രീതിയിൽ ഓർമ്മയിൽ നിൽക്കാത്ത പോർഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ പോർഷൻസ് എടുത്ത് വീണ്ടും പഠിക്കുക. അതേപോലെ എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളാണ് ഈ വീക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ബാക്ക്ലോഗുകളായാലും അല്ലെങ്കിൽ ഡൗട്ടുള്ള സെഷൻസ് ആയാലും ഒക്കെ. ഇനിയിപ്പോൾ പഠിച്ചു തീർന്ന കുട്ടികളാണെങ്കിലോ, എല്ലാം സെറ്റായിട്ട് പഠിച്ചു തീർന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ വീണ്ടും പഠിക്കുക, റിവിഷനായിട്ട് എടുക്കുക. ഈ 2 ചാപ്റ്ററിൻ്റെയും റിവിഷനായിട്ട് ഈ വീക്കിനെ കാണുക. അപ്പോൾ ഇതാണ് നമ്മളെ ഈ വീക്കിലെ പ്ലാൻ. റെഡി? മനസ്സിലായല്ലോ? നമ്മൾ പഠിച്ച കഴിഞ്ഞ വീക്കും അതിൻ്റെ മുൻപത്തെ വീക്കും നമ്മൾ പ്ലാനിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ 2 ചാപ്റ്ററുകൾ, ഓരോ സബ്ജക്റ്റിലെയും ആദ്യത്തെ 2 ചാപ്റ്ററുകളിലെ ബാക്ക്ലോഗുള്ള കുട്ടികൾ അത് തീർക്കുക. ഓക്കെ, പഠിച്ചു തീർന്നിട്ടില്ലെങ്കിൽ ഐ മീൻ ബാക്കി ഉണ്ടെങ്കിൽ പെൻഡിങ് പോർഷൻസ് എല്ലാം പഠിച്ചു തീർക്കുക. ഇനിയിപ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർക്കുക. മറന്നു പോകുന്ന പോർഷൻസ് ഉണ്ടെങ്കിൽ അത് വീണ്ടും പഠിക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ പഠിച്ചു തീർന്ന കുട്ടികളാണെങ്കിൽ സെറ്റായിട്ടെല്ലാം കവർ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഈ വീക്കിലെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടൻസി നമുക്കറിയാം ആദ്യത്തെ 2 ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങും അതേപോലെ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. നമുക്കറിയാം തിയറിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്, പ്രോബ്ലം അല്ല. ഓക്കെ, കൃത്യമായിട്ട് ഈ 2 ചാപ്റ്ററുകളും എന്ത് ചെയ്യുക? പഠിക്കുക. ദെൻ ബിസിനസ് സ്റ്റഡീസിൽ നമുക്കറിയാം ആദ്യത്തെ 2 ചാപ്റ്ററുകൾ. ഓക്കെ, ബിസിനസ് സ്റ്റഡീസ് നമ്മുടെ അക്കൗണ്ടൻസി പോലെ ഒന്നുമല്ല. ബിസിനസ് സ്റ്റഡീസ് നമുക്കറിയാം പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്, തിയറിയാണ് അല്ലേ. ആ പോയിന്റ്സ് എഴുതിയില്ലെങ്കിൽ നമുക്ക് മാർക്കും കിട്ടില്ല. സോ ഏറ്റവും കൂടുതൽ മറന്നു പോകാൻ സാധ്യതകളുള്ള ഒരു ഐറ്റം ഏതാണ്? ബിസിനസ് സ്റ്റഡീസിലെ തിയറിയാണ്, ഐ മീൻ പോയിന്റ്സുകളാണ്. സോ അങ്ങനത്തെ പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് വീണ്ടും പഠിച്ച് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ 2 ചാപ്റ്ററുകളിലും മറന്നു പോകാൻ സാധ്യതയുള്ള പോയിന്റുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മറന്നു പോകുന്ന സെഷൻസ് ഉണ്ടാവും. ആ പോർഷൻസ് നന്നായിട്ട് തന്നെ പഠിക്കുക ഈ വീക്ക് കൊണ്ട്. ഓക്കെ, സെറ്റ്? റെഡി? ദെൻ എക്കണോമിക്സിന്റെ കേസിൽ നമുക്കറിയാം ഇന്ത്യൻ എക്കണോമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിലെ ആദ്യത്തെ പോർഷൻ ആയിട്ടുള്ള ഇതാ ദ ഇന്ത്യൻ എക്കണോമി, ദ എ വേ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ചാപ്റ്ററിലും ഇതേപോലെ തന്നെ ബാക്ക്ലോഗുകൾ ഉണ്ടെങ്കിൽ അത് തീർക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീർക്കുക. ഇനി എന്താണ് കംപ്ലീറ്റ് പഠിച്ച കുട്ടികളാണെങ്കിൽ വീണ്ടും പഠിക്കുക, റിവിഷൻ ആക്കി കണ്ടുകൊണ്ട് വീണ്ടും പഠിക്കുക. അതേപോലെ തന്നെ സ്റ്റാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്ററാണ്, ഇൻട്രൊഡക്ഷൻ ആണ്, ബേസിക് കാര്യങ്ങളാണ്, കൃത്യമാക്കുക. ഓക്കെ, സെറ്റാക്കുക. ഓക്കെ, ഇതാ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇതാ നമ്മളെ ആദ്യത്തെ 2 ചാപ്റ്ററുകൾ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഇത് 2ഉം സെറ്റായിട്ട് പഠിക്കുക. ഓക്കെ, സെറ്റാണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീക്കിലെ പ്ലാന്. പുതിയ ചാപ്റ്ററുകൾ സ്റ്റാർട്ട് ചെയ്യല്ല, പുതിയ ചാപ്റ്ററുകൾ എന്താണ് ഒന്നും നമ്മൾ പഠിക്കുകയല്ല, ഒന്നുമല്ല. നമ്മൾ എന്താണ് പഠിച്ച കാര്യങ്ങളിൽ ഡൗട്ടുള്ള പോർഷൻസ്, ബാക്ക്ലോഗുള്ള പോർഷൻസ്, അല്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റ് ആവാത്ത പോർഷൻസ്, മറന്നു പോകാൻ സാധ്യതയുള്ള പോർഷൻസ്, അത് വ്യക്തമായിട്ട് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അത് പഠിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, അതോടെ എന്താക്കണം? ഈ 2 ചാപ്റ്ററുകൾ ഈ ഒരു വീക്കോടെ നമുക്ക് എന്താക്കണം? ഏകദേശം പെർഫെക്റ്റ് ആയിരിക്കണം. റെഡി? അപ്പോൾ ഈ വീക്കിൽ നമ്മളെന്താ ഓണം എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്താണ് ഈ ഒരു മന്ത് നമ്മൾ എങ്ങനെയായിരിക്കും വൺ ഷോട്ടും കാര്യങ്ങളും ഒക്കെ മക്കൾക്ക് തരുന്നതായിരിക്കും. റെഡി? ഏതൊക്കെയാ പോർഷൻസ്, ഓണം എക്സാമിന്റെ സിലബസ് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഈ പ്ലാനുകളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുക, പ്ലാനുകളൊക്കെ ആയിട്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഈ മാസം നന്നായിട്ട് പഠിക്കണം. ഓണം എക്സാം നമുക്ക് അടിപൊളിയാക്കണം, നല്ല മാർക്ക് വേണം. സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുവരെ ബൈ.